ഈ ആസ്ഗറൂൺ എന്ന തിയേറ്ററിക്കൽ ഡാൻസ് പ്രൊഡക്ഷൻ്റെ സ്ക്രീൻ പ്ലേ, ലിറിക്സ് ആൻഡ് ഡയറക്ഷൻ നിർവഹിച്ചിട്ടുള്ളതാണ് വ്യക്തിയാണ് ഞാൻ. ആൻഡ് ഹിയർ ഇസ് എലന ഒ ലബദേവ, റഷ്യൻ അമേരിക്കൻ റൈറ്റർ. ഈ ആസ്ഗറൂണിൻ്റെ യഥാർത്ഥ കഥയായ ദ സ്റ്റോറി ഓഫ് എ വൈറ്റ് വിച്ച് എന്ന കഥയുടെ രചയിതാവാണ്. ആസ്ഗറൂൺ ഒരു തമാശ, ഒരു സർക്കാസ്റ്റിക്കലി ഇതിനെക്കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയും, ഹാരി പോട്ടറും സ്ട്രേഞ്ചർ തിങ്സും പ്രണയിച്ചു, അവർ പിരിഞ്ഞു. ഹാരി പോട്ടർ മലയാളം സിനിമയായ കുമാരിയെ വിവാഹം കഴിച്ചു. സ്ട്രേഞ്ചർ തിങ്സ് തുമ്പഡ് എന്ന സിനിമയെ കല്യാണം കഴിച്ചു. ഈ രണ്ട് കൂട്ടർക്കും ഒരു കുട്ടിയുണ്ടായി. അവർ പരസ്പരം കല്യാണം കഴിച്ചു എന്നിരിക്കില്ല, അവർക്കുണ്ടാവുന്ന ഒരു കുട്ടിയായിരിക്കും ആസ്ഗറോൺ എന്നൊരു സർക്കാസ്റ്റിക്കലി ഐ ക്യാൻ സേ. കാരണം മാന്ത്രികം, അതോടൊപ്പം തന്നെ കർമ്മം, കാർമ്മികമായ ഒരു ചുരുളി, ദ കാർമിക് ലൂപ്പ്, അതോടൊപ്പം ഒരു വിധി, പുനർജന്മം, ഇതെല്ലാം ഇത്തരം ഒരു ഫാൻറ്റസി ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളെ പ്രണയത്തിൻ്റെ, അതും വളരെ വ്യത്യസ്തമായ രീതിയിൽ പ്രണയത്തിൻ്റെ ഒരു 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 ലെയറിങ്ങോട് കൂടിയിട്ട് അവതരിപ്പിക്കുന്നതാണ് ആസ്ഗറോൺ എന്ന നാടകം. ഒരു തിയേറ്ററിക്കൽ ഡാൻസ് പ്രൊഡക്ഷൻ എന്ന് പറയാം. കാരണം നൃത്തത്തിന് തത്തുല്യമായി പ്രാധാന്യം നൽകിക്കൊണ്ട്, അത് ശാസ്ത്രീയമായ നൃത്തം മാത്രമല്ല, മോഡേണായ നൃത്തത്തിനും പറഞ്ഞതുപോലെ ചാവു പോലെയുള്ള മലയാളികൾക്കൊട്ടും സുപരിചിതമല്ലാത്ത നൃത്തത്തിനുമൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു നാടകം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നെടുത്ത് പറയാൻ സാധിക്കുന്നത്, പ്രണയം എപ്പോഴും പ്രണയമാണ്, അത് ലൈംഗിക ഭേദമന്യേ പ്രണയം പ്രണയമാണ് എന്ന ഒരു ആശയത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രണയത്തിനായി, ആ പ്രണയത്തിന് വേണ്ടി കാർമ്മികമായ വലയത്തിൽപ്പെട്ട രണ്ടുപേരുടെ കഥ, ആ കഥയിൽ ഉൾപ്പെട്ട പല പല വ്യക്തികൾ, ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ വന്നു പോകുന്ന പല പല വ്യക്തികൾ, അവരിലൂടെ ഉണ്ടാകുന്ന ഈ കാർമ്മികമായ വലയം, ആ വലയം എവിടെയാണ് ചെന്ന് അവസാനിക്കുന്നതെന്നും ഈ കാർമ്മികമായ ചുരുളഴിയുന്നത് എങ്ങനെയാണ് എന്നുമുള്ള ഒരു വളരെ നിഗൂഢമായി അവതരിപ്പിക്കുന്ന ഒരു വളരെ വ്യത്യസ്തമായ, അതായത് എനിക്ക് തോന്നുന്നു എൻ്റെ അനുഭവത്തിൽ നമ്മുടെ ഒരു ഇന്ത്യൻ പ്ലാറ്റ്ഫോമിൽ, വിശേഷ കേരളത്തിൻ്റെ ഒരു കലാ പ്ലാറ്റ്ഫോമിൽ ഇത്തരം ഒരു നാടകം കണ്ടിട്ടില്ല എന്ന് തന്നെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാൻ സാധിക്കും. കാരണം നൃത്തം എന്നെടുത്ത് നോക്കുകയാണെങ്കിൽ പൗരാണികമായ പുരാണ കഥകൾ, മഹാഭാരതം, രാമായണം, അത്തരം കഥകളെ അടിസ്ഥാനപ്പെടുത്തി നൃത്തങ്ങൾ ചിട്ട ചെയ്യുകയും, ഇപ്പോൾ തിയേറ്റർ ഒന്ന് നോക്കുകയാണെങ്കിൽ അധികവുമായി കറണ്ട് അഫയേഴ്സ്, സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ, വിച്ച് ഇസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വേദിയിലേക്ക് എത്തുക എന്നുള്ളത്. എന്നിരിക്കലും ഒരു ഫാൻറ്റസി കഥ, അതിൻ്റെ രചയിതാവിനാണ് അതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയാം. കാരണം ഒരു യാത്രികയായ ഒരു സാഹിത്യകാരി പല രാജ്യങ്ങളിൽ കണ്ട അവിടുത്തെ സാംസ്കാരികമായ മൂല്യങ്ങളെ, അവിടെയുള്ള മിത്തുകളെ, അവിടുത്തെ ലെജൻസിനെ ഒക്കെ മനസ്സിലാക്കിയ ഒരു യാത്രിക ആ അനുഭവങ്ങളിൽ നിന്ന് എഴുതിയ ഒരു കഥ, അതിനെ ഒരു ഇന്ത്യൻ ഭാരതീയമായ ഒരു സാംസ്കാരിക വ്യവസ്ഥയിലേക്ക് നമ്മളിങ്ങനെ തിരികെ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന ഒരു പരീക്ഷണമാണ് ഈ ഒരു തിയേറ്ററിക്കൽ ഡാൻസ് പ്രൊഡക്ഷൻ. അതിൽ എന്നോടൊപ്പം വലിയൊരു ടീം, ആൻഡ് ഒരു വലിയൊരു ടീം, ഒരു പ്രൊഡക്ഷൻ ടീം ഇതിൻ്റെ പുറകിലുണ്ട്.